ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ന്യൂ ചൈനീസ് ഡ്രാമയാണ് കേട്ടോ. ഡ്രാമയുടെ സ്റ്റാർട്ടിനെ കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനാണ്. ഹീറോയിൻ്റെ പേരാണ് ടാങ് ടാങ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ വീട്ടിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ ഇവൾക്ക് ബോധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് ഇവളെ ഹസ്ബൻഡിൻ്റെ നെയിം ജിനിയു എന്നാണ് കേട്ടോ. അപ്പോൾ ഈ ജിനിയുവിനാണെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ഈ പെണ്ണ് ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഇവൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഉണ്ടല്ലോ ഹസ്ബൻഡ് ഈ പെണ്ണ് കുറച്ച് ക്ലോസ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് ആണെങ്കിൽ ഉണ്ടല്ലോ ഹീറോയിനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ഹീറോയിൻ അത് കാണുന്നുണ്ട്. എന്നിട്ട് ഇവള് കണ്ണടച്ച് കിടക്കണം കേട്ടോ, കാണാത്ത പോലെ. അപ്പോൾ അതേ ടൈമിൽ അവർ രണ്ടുപേരും അപ്പുറത്തെ റൂമിലാണെങ്കിൽ ക്ലോസ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇതൊക്കെയാണെങ്കിൽ ഇവള് കാണുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ കരയാണ്. കാരണം താൻ സ്നേഹിച്ച ഹസ്ബൻഡ് തന്നെ ചീറ്റ് ചെയ്തുള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ ഹീറോയിനാണെങ്കിൽ എക്സ്പീരിയൻസ് നടക്കുന്ന പ്ലേസിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ പ്രൊഫസറെ കണ്ട് സംസാരിക്കുകയാണ്. അതായത് ഇവളുടെ ബോഡി തന്നെ എക്സ്പെരിമെൻറ്റിന് ഇവളെ തരാമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഈ പ്രൊഫസർ പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നത്, നന്നായി ആലോചിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് അത് ഞാൻ നന്നായി ആലോചിച്ചിട്ട് പറയണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രൊഫസറാണെങ്കിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ എക്സ്പെരിമെൻറ്റ് പറയുന്നത് ഒരു 10 years ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ 10 വർഷം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെല്ലാവരും ഉപേക്ഷിക്കേണ്ടി വരും. നിങ്ങളൊരു പുതിയ ആളായിട്ടായിരിക്കും വരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് എനിക്കത് തന്നെയാണ് വേണ്ടതെന്ന് പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് വേണ്ടപ്പെട്ടവരായിട്ട് ആരുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ അതിന് ഓക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവളാണെങ്കിൽ അവിടെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് ഇവൾ ഡെഡായി പോയി എന്നാണ് പറയണത്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ അവിടെ എക്സ്പെരിമെൻറ്റിനായിട്ട് അവളെ ബോഡി തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് അവളെ ഹസ്ബൻഡായ ജിൻവുനും ആ ഗേൾ ഫ്രണ്ടിനാണ് കാണിക്കുന്നത് കേട്ടോ. ഈ പെണ്ണാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കുറിച്ച് എന്തോ ബാഡായി പറഞ്ഞു. അതാണെങ്കിൽ ജിനുവിന് ഇഷ്ടപ്പെട്ടില്ല. ഇത് നമ്മുടെ ജിനു പറയുന്നുണ്ട് എൻ്റെ വൈഫായിട്ട് നീ നിന്നെ കമ്പയർ ചെയ്യേണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അവൾ തന്നെയാണ് ബെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അതായത് ഇവന് വൈഫിനോട് ഇഷ്ടമൊക്കെ ഉണ്ട്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെണ്ണിനോട് എന്തൊരു അട്രാക്ഷൻ. അത് കഴിഞ്ഞിട്ട് ഇവൻ്റെ അസിസ്റ്റൻറ്റ് വന്നു കഴിഞ്ഞിട്ട് ജിനുവിൻ്റെ അടുത്ത് പറയാണ് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ മരിച്ചു പോയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ജിനിയോ ഒന്ന് ഷോക്ക് ആവണം. എന്നിട്ട് ചോദിക്കുകയാണ് നീ സത്യമാണ് പറഞ്ഞു ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇയാളും പറയുന്നുണ്ട് അതേ സത്യം ഞാൻ പറഞ്ഞെന്ന് പറയുന്നുണ്ട് കേട്ടോ. മാഡം മരിച്ചു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവളുടെ ഡീറ്റെയിൽസ് റിപ്പോർട്ട്സ് ഉണ്ടല്ലോ ആ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ജിനുവിൻ്റെ അടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞിട്ട് ഇവനൊന്ന് ഷോക്കായിട്ട് ഇയാളെ തന്നെ പിടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ ബോഡി ആണെങ്കിൽ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇരുന്ന് കരയുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഈ സീരീസിലെ ഹീറോയിനാണ് കേട്ടോ. ഹീറോൻ്റെ പേരാണ് അയൺ. നമ്മുടെ ഹീറോ എന്ന് വെച്ചാൽ എഫ് ഗ്രൂപ്പിൻ്റെ ഓണറാണ് കേട്ടോ. അതായത് നമ്മുടെ ഹീറോയിന് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുള്ള എക്സ്പെരിമെൻറ്റിൻ്റെ അപ്പോൾ അതിൻ്റെ ഓണറാണ് നമ്മുടെ ഹീറോ കേട്ടോ. ഇവനും ഒരു ഡോക്ടറാണ്. അപ്പോൾ ഈ സമയത്ത് ഇവൻ പറയുന്നുണ്ട് എന്തിനാണ് ഈ എക്സ്പെരിമെൻ്റ് ഒക്കെ നടത്തണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇവൻ അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അതൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യമില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഈ പ്രൊഫസർ പറയുന്നുണ്ട് അതേ പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയാണ് അതിന് നേരിട്ട് വന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ ഹീറോ ഒന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ഹീറോയിന് ഇവന് മുന്നേ പരിചയമുണ്ട്. അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഹീറോ കുട്ടിയായിരുന്ന സമയത്തുണ്ടല്ലോ എല്ലാവരും പുള്ളി ചെയ്യുന്ന സമയത്ത് ഇവൻ ഇരുന്ന് കരയുണ്ടായിരിക്കും കേട്ടോ സ്കൂളിൽ. അപ്പോൾ അതേ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ അതിൽ കൂടെ പാസ് ചെയ്ത് പോകണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോബി എന്ന് വെച്ചാൽ അവൾക്ക് ഏറ്റവും ഇഷ്ടം പെയിൻറ്റിങ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ലൊരു പെയിൻറ്റിങ് വരച്ചിട്ട് നമ്മുടെ ഹീറോയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവൻ ഭയങ്കര ഹാപ്പി ആയിട്ട് പറയാണ് ഞാൻ നിങ്ങളെ മാരേജ് ചെയ്തോട്ടോ എന്ന് ചോദിക്കേണ്ടോട്ടേക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇത് കേട്ട് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചിരിയാണ് വരാൻ. കാരണം നമ്മുടെ ഹീറോ എന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിനേക്കാളും 10 വയസ്സിന് താഴെയാണ് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഹീറോ ആലോചിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ബോർഡ് ഉണ്ടല്ലോ ആ ഉള്ള പ്ലേസിലേക്ക് നമ്മുടെ ഹീറോ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ വന്നിട്ട് പറയാണ് ഞാൻ ഒരുപാട് അന്വേഷിച്ചിരുന്നു ഇപ്പോഴാണ് കണ്ടു കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ഹീറോയിന് ഓൾറെഡി മാരീഡ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോയ്ക്ക് അറിയാം കേട്ടോ. കാരണം അവളെ ഹസ്ബൻഡ് ചീറ്റ് ആ കാര്യങ്ങളൊക്കെ അറിയാം. എന്നാലും നമ്മുടെ ഹീറോ പറയുകയാണെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യുന്നു പറയുന്നുണ്ട് കേട്ടോ. ഈ 10 വർഷം നമ്മുടെ ഹീറോയിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് അവൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് അവളുടെ ഹസ്ബൻഡായ ജിന്നുവിനാണ് കാണിക്കുന്നത് കേട്ടോ. ഇവനാണെങ്കിൽ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുകയാണ് കേട്ടോ ഹീറോയെ മരിച്ചതിന് വിഷമത്തിൽ. അപ്പോൾ ആ സമയത്താണെങ്കിൽ അവൻ്റെ ഗേൾ ഫ്രണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഗേൾ ഫ്രണ്ടിനെ കാണുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനെന്ന് വെച്ചിട്ട് ടാങ് നീ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ വന്നിട്ട് ഹഗ് ചെയ്തിട്ട് പറയാണ് സോറി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ തെറ്റായിരുന്നു പറയണത് എന്നെ വിട്ട് പോവല്ലേ എന്നൊക്കെ പറയുന്നത് എനിക്കിതിന് ഒരുപാട് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് ഈ പെണ്ണിനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. കാരണം നമ്മുടെ ഹീറോയിൻ്റെ പേര് വെച്ചിട്ടാണല്ലോ ഇവൻ കരയണത്. അപ്പോൾ ഇവള് മരിച്ചു കഴിഞ്ഞിട്ടും ഇവന് അവളോട് തന്നെയാണ് ഇഷ്ടം എന്നൊക്കെയാണ് ഇവള് ചിന്തിക്കണത് കേട്ടോ. ഇവൾക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ ഹീറോയിനെ വിട്ടിട്ട് ഇവൾക്ക് ഇവൻ്റെ വൈഫ് ആവണം. കാരണം ഇവന് നല്ല ക്യാഷൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവൻ പറയുന്നത് ടാങ് അല്ല എന്ന് പറയുന്നുണ്ട് ഇവൾ. അപ്പോൾ ഈ സമയത്ത് ഇവന് ദേഷ്യം വന്നിട്ട് പറയാണ് നീ എന്തിനോടെ വന്നതെന്ന് ചോദിക്കുന്നത് നീ കാരണമാണ് എൻ്റെ ഭാര്യ മരിച്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ പെണ്ണിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ചീത്ത പറയുന്നുണ്ട് കേട്ടോ. എനിക്കറിയാം നീ എൻ്റെ ക്യാഷ് കണ്ടല്ലേ നീ എന്നെ
അടുത്തേക്ക് വന്നേന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ ഈ ജിനിയു സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് ഈ പെണ്ണിനും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ആക്ച്വലി അത് തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ജിനിയു ആണെങ്കിൽ ഉണ്ടല്ലോ എഫ് ഗ്രൂപ്പിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ ഇവൻ നല്ല റിച്ച് മാനൊക്കെയാണ്. അപ്പോൾ ഇവൻ്റെ ക്യാഷ് കണ്ടിട്ട് തന്നെയാണ് ഈ പെണ്ണ് ഇവൻ്റെ കൂടെ വന്നത് കേട്ടോ. എന്നിട്ട് പറയുകയാണ് നീ പോകുന്നു പറയുന്നുണ്ട് കേട്ടോ. ഇനിയുള്ള മിസ്റ്റേക്സ് ഒന്നും വരത്ത് ഞാൻ ഒട്ടും ഉദ്ദേശിക്കില്ല. എൻ്റെ വൈഫ് എൻ്റെ ടാങ് തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പെണ്ണ് പറയണ അവൾ മരിച്ചു പോയെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഓൾറെഡി ഞാൻ നിങ്ങളുടെ കുട്ടീനെ പ്രഗ്നൻ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാരേജ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ പെണ്ണാണെങ്കിൽ നമ്മുടെ ഈ ജിനുവിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ജിനുവിനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് പറയാണ് കുട്ടീനൊക്കെ അബോർഷൻ ചെയ്ത് കളഞ്ഞെന്ന് പറയുന്നുണ്ട് കേട്ടോ. എനിക്കിതിനെ ഒരിക്കലും മാരേജ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ വൈഫ് ഇപ്പോഴും ടാങ് തന്നെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ ജിനിയു സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഈ പെണ്ണ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രാന്താന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹമൊക്കെ വെറുതെ ആയിരുന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഈ ജിനിയു പറയുന്നുണ്ട് നീ എൻ്റെ പണം കണ്ടിട്ടല്ല എൻ്റെ അടുത്തേക്ക് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്കൊരിക്കലും നിന്നെ ആക്സെപ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ കുറേ ഇട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ജിനിയുവിൻ്റെ അമ്മയും ആ സർവൻറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ പെണ്ണിനെ കുറേ അടിച്ചല്ലോ. എന്നിട്ട് ഈ പെണ്ണിനെ ആണെങ്കിൽ ആ സർവൻ്റെ അടുത്ത് പറയുന്നത് അവിടെ നിന്ന് കൊണ്ടുപോകാൻ പറയുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക് കേട്ടോ. അപ്പോൾ നമ്മുടെ ജിനിയു ആണെങ്കിൽ ഉണ്ടല്ലോ ഇവളെ തന്നെ നോക്കാനുണ്ട്. അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ആക്ച്വലി ഈ പെണ്ണാണെങ്കിൽ ഓൾറെഡി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മുടെ ജിനിയുവിൻ്റെ കൊച്ചിനെ ഗർഭിണിയാണ് ഞങ്ങൾ തമ്മിൽ ക്ലോസ് ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആ വീഡിയോ ആണെങ്കിൽ പബ്ലിക് ആക്കിയിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ഇവർ തമ്മിലുള്ള റിലേഷൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ വീഡിയോ കണ്ടതിനെ തുടർന്നിട്ടാണ് നമ്മുടെ അമ്മയാണെങ്കിൽ ഇവൻ്റെ അടുത്തേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഈ സമയത്തായിരിക്കും ഈ പെണ്ണിനിട്ട് അടിക്കുന്നത് അമ്മ കണ്ടുണ്ടായിരിക്കുക കേട്ടോ. എന്നിട്ട് അമ്മയാണെങ്കിൽ പറയുന്നുണ്ട് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനെ തടയാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് ഇവനൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇവനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ മരിച്ച വിഷമത്തിലാണെങ്കിൽ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് വീഡിയോ കാര്യങ്ങളൊന്നും അവൻ കണ്ടിട്ടൊന്നുമില്ല. എന്നിട്ട് ഇവൻ പറയുന്നുണ്ട് എൻ്റെ കുട്ടിയൊന്നല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അവളെ വയറ്റിൽ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഈ അമ്മയ്ക്ക് ദേഷ്യം എന്നിട്ട് അമ്മയാണെങ്കിൽ ഒരു അടി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ് നീ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നീ എന്താ ക്രേസി ആണെന്ന് ചോദിക്കുന്നുണ്ട്. നിൻ്റെ കുട്ടിയാണ് ഓൾറെഡി അവളെ വയറ്റിലുള്ളതെന്ന് അവളത് വീഡിയോ ഒക്കെ പബ്ലിക്കാക്കി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇനി നിനക്ക് നിൻ്റെ കമ്പനിയിലെ പൊസിഷൻ കാര്യങ്ങളൊക്കെ നിനക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ നീ എത്രയും വേഗം അവളെ മാരേജ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഹീറോയിൻ അതായത് നമ്മുടെ ടാങ് ആണെങ്കിൽ ഓൾറെഡി മരിച്ചിട്ടുണ്ട്. അവൾ എന്തായാലും തിരിച്ചു വരില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് എന്തായാലും എൻ്റെ പേരക്കുട്ടിനെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ അമ്മയാണെങ്കിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. നീ ഇപ്പോഴും ചെറുപ്പാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ലൈഫ് വെറുതെ സ്പോയിൽ ചെയ്ത് കളയലെന്നൊക്കെ പറഞ്ഞിട്ട് ഈ അമ്മയാണെങ്കിൽ ഈ ജിനുവിൻ്റെ അടുത്ത് അഡ്വൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ഈ ജിനു പറയുന്നുണ്ട് ഇല്ല ഞാൻ മാരേജ് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇവളെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ഏതോ ഒരു സമയത്ത് ഞാൻ അവളായിട്ട് ക്ലോസ് ആയ ആ ടൈമിലായിരിക്കും പ്രഗ്നൻ്റ് ആയി ഉണ്ടാവുക. എൻ്റെ വൈഫ് ഇപ്പോഴും ടാങ് തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഈ ജിനു സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ അമ്മ പറയുന്നുണ്ട് പറ്റില്ല നീ മാരേജ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനെ അടുത്ത് വീണ്ടും ഫോഴ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ടൈമിൽ തന്നെ നമ്മുടെ ജിനു പറയുകയാണ് ശരി അമ്മയ്ക്ക് വേണ്ടി ഞാൻ അവളെ മാരേജ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു കണ്ടീഷനുണ്ട് ഒരിക്കലുള്ള വൈഫായിട്ട് ഞാൻ അവളെ ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവളെ ഫുള്ള് ഉത്തരവാദിത്തം അമ്മ ഏൽക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവളായിട്ട് ഞാൻ സ്റ്റേ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞ് ഇവർ സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്കാണെങ്കിൽ ആ പ്രൊഫസർ ഉണ്ടല്ലോ സീനിയർ ആൾ വന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ സംസാരിക്കുന്നുണ്ട്. അതായത് 10 years കഴിഞ്ഞ് നമ്മുടെ ഹീറോയിനാണെങ്കിൽ എനിക്കുള്ള അവളെ ബോഡിയുടെ കാര്യങ്ങളൊക്കെയാണ് ആൾ പറയണത് കേട്ടോ. അതായത് എക്സ്പെരിമെൻറ്റ് സക്സസ് ആവില്ലെന്നൊന്നും അറിയില്ല. എന്തായാലും സക്സസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ന്യൂ ഒരാളായിട്ട് മാറുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത് കേൾക്കുമ്പോൾ ഇവന് ഭയങ്കര ഹാപ്പി ആക്കാൻ വേണ്ടി കേട്ടോ. എന്നിട്ട് ഇവനും മനസ്സിൽ പറയുകയാണ് ഞാൻ അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ജിനിയുവിൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ അവിടെയാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ കുറേ പെയിൻറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതായത് അവൾക്ക് പെയിൻറ്റിങ്സ് ഇങ്ങനെ വരയ്ക്കുന്നത് ഇഷ്ടമൊക്കെയാണല്ലോ. അപ്പോൾ അതാണെങ്കിൽ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ ഇവൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഇവൻ ചോദിക്കുന്നുണ്ട് ധാരെടുത്ത് മാറ്റിയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ പെയിൻറ്റിങ് ഒക്കെ വരച്ച് വയ്ക്കുന്ന സമയത്ത് നമ്മുടെ ജിനുവിൻ്റെ അടുത്ത് പറയേണ്ടത് ഇത് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. ഇവനും കൊള്ളാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ ഇവൾ പറയുന്നുണ്ട് എനിക്ക് എക്സിബിഷൻ കാണാൻ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പെയിൻറ്റിങ്ങിൻ്റെ. അപ്പോൾ ഈ സമയത്ത് ഇവൻ പറയാണ് അതൊക്കെ ടൈം വേസ്റ്റാന്ന് പറഞ്ഞിട്ട് ഇവളടുത്ത് സംസാരിക്കുന്നുണ്ട്. അതായത് ഇവൾ ഒരു രീതിയിൽ സപ്പോർട്ടീവായിട്ടുള്ള ആളല്ലായിരുന്നു ഇവൻ. അപ്പോൾ ഇവളും ആ ശരി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ജിനിഹു പറയാണ് അന്ന് ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഗിൽറ്റി ഫീൽ ആവുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവൻ പറയാണ് ഈ പെയിൻറ്റിങ് എവിടെ പോയി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ അവൻ്റെ അമ്മയുടെ സർവൻ്റ് ഉണ്ടല്ലോ ആ സർവൻ്റ് ആണെങ്കിൽ അവിടേക്ക് വരാനിട്ട് പറയാണ് അതൊക്കെ മേഡം പറഞ്ഞ് എടുത്ത് മാറ്റാൻ പറയുന്നുണ്ട്. കാരണം ഓൾറെഡി നമ്മുടെ ജിനിഹു ആണെങ്കിൽ ആ പെണ്ണിനെ മാരേജ് ചെയ്യാൻ പോവാണല്ലോ. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ടാങ്ങിൻ്റെ അതായത് നമ്മുടെ ഹീറോയിൻ്റെ പെയിൻറ്റിങ്സ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞത് കേൾക്കുമ്പോൾ ഇവനും ദേഷ്യമായിട്ട് ഇതിനെ ഫയർ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ
ഹീറോയിനാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ ഹീറോൻ്റെ കൂടെ വർക്ക് ചെയ്യണ ഒരു ഡോക്ടർ വന്നിട്ട് നമ്മുടെ ഹീറോൻ്റെ അടുത്ത് പറയാണ് 10 ഇയേഴ്സ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ് നമ്മുടെ ഹീറോയിനാണെങ്കിൽ എണീറ്റിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് അവളെ എക്സ്പെരിമെൻറ്റ് കംപ്ലീറ്റ് സക്സസ് ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ വേഗം അവിടെ നിന്ന് എണീക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഹീറോയിനെ കാണാൻ വന്നിട്ട് എടുക്കായിട്ടോ. അപ്പോൾ ഇവിടെ എക്സ്പെരിമെൻറ്റ് ചെയ്ത സമയത്തുണ്ടല്ലോ നമ്മുടെ ഹീറോയിന് എത്രയാണോ പ്രായം അതേ പ്രായം തന്നെയായിരിക്കും ഇപ്പോഴും കേട്ടോ. ഇപ്പം നമ്മുടെ ഹീറോയിൻ്റെ എക്സ് ഹസ്ബൻഡിന് 40 വയസ്സായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനെ എണീറ്റിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ വന്നു കഴിഞ്ഞിട്ട് ഈ ഹീറോയിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളെ കാണുമ്പോൾ ഇവന് ഭയങ്കര ഹാപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേ സമയത്ത് ഇവളാണെങ്കിൽ താങ്ക്സ് പറയുന്നുണ്ട് കേട്ടോ. അതായത് ഈ എക്സ്പെരിമെൻറ്റിന് ഇൻവെസ്റ്റ് ചെയ്തതിനൊക്കെ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ പ്രൊഫസർ ഉണ്ടല്ലോ, അതായത് സീനിയർ പ്രൊഫസർ, ആ പ്രൊഫസർ പറയാണ് ആളോട് തന്നെ താങ്ക്സ് പറയണമെന്ന് പറയുന്നത് നമ്മുടെ ഹീറോനെ ചൂണ്ടിക്കാണിച്ചു കേട്ടോ. എന്നിട്ട് പറയാണ് ഇത് ഫുഗ്രൂഫിൻ്റെ ഓണറാന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുകയാണ് ഇവൻ്റെ പേരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പ്രൊഫസർ. എല്ലാ കാര്യങ്ങളും ഇവരാണ് നോക്കിയെന്ന് പറയുന്നുണ്ട്. അതായത് എക്സ്പെരിമെൻറ്റിന് ഇൻവെസ്റ്റ് ചെയ്തൊക്കെ ഇവരുടെ കമ്പനിയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പ്രൊഫസർ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഫ്യൂ ഗ്രൂപ്പിലാണ് കേട്ടോ നമ്മുടെ ഹീറോയിൻ്റെ എക്സ് ഹസ്ബൻഡ് ജെനിഹു വർക്ക് ചെയ്യേണ്ട അവിടുത്തെ പ്രസിഡൻ്റാണ്. പക്ഷെ അതിൻ്റെ ഓണറാണ് നമ്മുടെ ഈ ഹീറോ കേട്ടോ. ഇപ്പോൾ ഹീറോയ്ക്ക് ഏജ് എന്ന് പറയുന്നത് 30 ഇപ്പം നമ്മുടെ ഹീറോയിൻ്റെ ഏജും സെയിമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എക്സ്പെരിമെൻറ്റിന് 10 വർഷം മുന്നാണല്ലോ വന്നത്. ആ ടൈമിൽ അവൾക്ക് ഏത് ഏജാണോ അതേ പ്രായം തന്നെയാണ് ഇപ്പോഴും കേട്ടോ. എന്നിട്ട് പ്രൊഫസർ പറയേണ്ടത് ഇനി തൊട്ട് ഒരു പുതിയ ആളായിരിക്കും നമ്മുടെ ഹീറോ എന്ന് പറഞ്ഞ് സംസാരിക്കേണ്ട ന്യൂ ഐഡൻറ്റിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പ്രൊഫസർ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറയുന്നുണ്ട് ഇനി എല്ലാ രീതിയിലും സപ്പോർട്ടീവ് ആവണത് നമ്മുടെ ഹീറോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് ഇവരിങ്ങനെ തിരിച്ചു പോവാണ് നാട്ടിലേക്ക്. അപ്പോൾ ഹീറോ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയും നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും തിരിച്ച് നാട്ടിലേക്ക് വരാണ് കേട്ടോ. അങ്ങനെ വന്നതിന് ശേഷം നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിന് അവളെ ന്യൂ ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ, അതിൽ ID കാർഡും എല്ലാ കാര്യങ്ങളൊക്കെ അവളെ പേരൊക്കെ മാറ്റിയിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ കൊടുക്കാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ് ഇനി മുതൽ പുതിയൊരാളായിരിക്കും എന്ന് പറയാൻ ന്യൂ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഭയങ്കര ഹാപ്പിയൊക്കെ ആവുന്നുണ്ട്. പുതിയ ഐഡൻറ്റിറ്റിയും പുതിയ ഫോണൊക്കെ ആയിരിക്കും ഇനി അവൾ യൂസ് ചെയ്യണത് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോയിനും താങ്ക്സ് പറയുന്നുണ്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് കേട്ടോ. നമ്മുടെ ഹീറോക്കാരനാണല്ലോ ഇതൊക്കെ സംഭവിച്ചത്. അപ്പോൾ നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് താങ്ക്സിൻ്റെ ആവശ്യമില്ലാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ വീട്ടിലേക്ക് വരേണ്ട ആ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ വരച്ചൊരു പെയിൻറ്റിങ് ഉണ്ടായിരിക്കും. ആ പെയിൻറ്റിങ് ആണെങ്കിൽ ആ എടുത്ത് കളയാൻ പോകുന്ന ആ സമയത്താണ് നമ്മുടെ ഹീറോ വന്നിട്ട് അത് വാങ്ങിയിട്ട് പറയാണ് ഈ പെയിൻറ്റിങ് നല്ല പെയിൻറ്റിങ് ആലോന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് എന്തിനാണ് വേസ്റ്റ് ഇടുന്നത് ചോദിക്കേണ്ടത്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് ഇത് വേണ്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ഹീറോ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എക്സ് ഹസ്ബൻഡിനെ മാരേജ് ചെയ്തിട്ടുണ്ടായല്ലോ. അപ്പോൾ ആ ടൈമിലാണെങ്കിൽ അവൻ ആ പെയിൻറ്റിങ് കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. അതിന് ശേഷം ഇവൾ പെയിൻറ്റിങ് ഒന്നും വരയ്ക്കാറില്ല. അപ്പോൾ അതാലോചിച്ചിട്ടാണ് ഇവൾ പറയണത് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഇതെന്തായാലും എക്സിബിഷൻ അയച്ചു കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു കാര്യം ആലോചിക്കുകയാണ്. ഫ്ലാഷ് ബാക്ക് ഇവളെ എക്സ് ഹസ്ബൻഡും അതുപോലെ തന്നെ ഹീറോയിൻ നടന്നു വരുന്ന സമയത്തുണ്ടല്ലോ അവിടെ ഒരു പെയിൻറ്റിങ്ങിൻ്റെ എക്സിബിഷൻ നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ ഇവൾക്ക് ഇത് കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ജിനിയോനോട് പറയുന്നുണ്ട് നമുക്കത് പോയി കണ്ടാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഈ ജിനിയാണെങ്കിൽ മുന്നേ പറഞ്ഞ ഡയലോഗ് തന്നെ പറയാനുണ്ട് ഇതൊക്കെ ടൈം വേസ്റ്റാന്ന് പറയുന്നുണ്ട്, പോയി കാണേണ്ട ആവശ്യമില്ലാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഹീറോയിന് ചെറുതായിട്ട് വിഷമൊക്കെ ആവുന്നുണ്ട്. പക്ഷേ അവളാണെങ്കിൽ അത് പ്രകടിപ്പിക്കുന്നില്ല കേട്ടോ. ഹസ്ബൻഡിൻ്റെ ഇഷ്ടമല്ല എന്നൊക്കെ വെച്ച് പറഞ്ഞിട്ട് അവളും പറയും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കാരണം ഹസ്ബൻഡ് എപ്പോഴും ബിസിയാണെന്ന് അവൾക്കറിയാം. ഇവളെ കാര്യത്തിലൊന്നും അവൻ അത്രയ്ക്ക് അങ്ങോട്ട് ആക്റ്റീവ് ഒന്നും ആയിട്ടുണ്ടാവില്ല കേട്ടോ. അത് ആ കാര്യങ്ങളൊക്കെ ഇവൾ ആലോചിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോ പറയാണ് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് എന്തായാലും ഈ പെയിൻറ്റിങ് ഞാൻ എന്തായാലും അയച്ചു കൊടുക്കുമെന്ന് പറയാണ് കേട്ടോ. എന്തായാലും ഞാൻ എല്ലാ കാര്യത്തിലും സപ്പോർട്ടീവ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് നല്ല രീതിയിലൊക്കെ പെയിൻറ്റിങ് വരയ്ക്കേണ്ടത് ഇത് കണ്ടിന്യൂ ചെയ്യുന്നതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിലോ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ വളരെ നല്ല രീതിയിലൊക്കെ സപ്പോർട്ടീവായിട്ട് സംസാരിക്കണ്ടല്ലോ. എന്നിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ അടുത്തൊരു എക്സിബിഷൻ വരുന്നുണ്ട്, അതിലേക്ക് ഞാനിത് അയച്ചു കൊടുക്കാൻ പോകാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരെന്ന് വെച്ചാൽ വേറെ ആയിരിക്കും. കാരണം ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ പേരായിരിക്കില്ലല്ലോ, അതായത് ടാങ് എന്നുള്ള പേരൊക്കെ മാറ്റി ന്യൂ ഐഡൻറ്റിറ്റി ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഞാൻ എന്തായാലും അയച്ചു കൊടുത്തോടും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനാണ് ഇങ്ങനെ നമ്മുടെ ഹീറോയിനെ നോക്കുന്നുണ്ട്. എൻ്റെ അവിടെ മനസ്സിൽ തിങ്ക് ചെയ്യാണ് എൻ്റെ ഹസ്ബൻഡിനെ പോലെയല്ല ഇവൻ എന്ന് പറയാൻ കേട്ടോ. അതായത് ഇവൻ എനിക്ക് എല്ലാ കാര്യങ്ങളും സപ്പോർട്ടീവാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണ് ഞാൻ മനസ്സിലാലോചിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവനും പറയാണ് ഞാൻ അയച്ചു കൊടുക്കട്ടെ ഞാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവളും ഓക്കെ പറയുന്നുണ്ട് കേട്ടോ. അതായത് അയച്ചു കൊടുത്തൊന്നും പറയുന്നുണ്ട് കേട്ടോ.
പിന്നീട് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവർ ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ അവൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഫുഡൊക്കെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരാൾക്ക് വേണ്ടി ഇങ്ങനെ ഫുഡ് കുക്ക് ചെയ്യണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടോയെന്ന് ഒന്ന് പറയണമെന്ന് നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനും ഓക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് ഫുഡൊക്കെ എടുത്ത് ഇങ്ങനെ കഴിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴിച്ച് നോക്കുന്ന സമയത്തൊക്കെ അവൾ പറയുകയാണ് ഫുഡൊക്കെ നല്ല സൂപ്പറാന്ന് പറയുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവനാണെങ്കിൽ സ്മൈൽ ചെയ്യുന്നു. ഇവൻ പറയും ചുമ്മാ പറഞ്ഞാലും ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് അല്ല ഞാൻ ശരിക്കും പറഞ്ഞതെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഫുഡൊക്കെ അടിപൊളിയാന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവർ രണ്ടുപേരും വേറെ പ്ലേസിൽ വന്നിരുന്ന് കഴിഞ്ഞിട്ട് ഷൂട്ടിംഗ് സ്റ്റാർ പോകുന്നുണ്ട്. അപ്പോൾ അതേ ടൈമിൽ നമ്മുടെ ഹീറോയും പറയാണ് ഈ ഷൂട്ടിംഗ് സ്റ്റാർ നോക്കി കഴിഞ്ഞിട്ട് നമ്മൾ പ്രയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിഷ് നടക്കുമെന്ന് പറയുന്നത്. എന്നിട്ട് ഇവളാണെങ്കിൽ പ്രയർ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോൻ്റെ അടുത്ത് പറയുന്നുണ്ട് പ്രയർ ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ പ്രയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ പ്രയർ ചെയ്യുന്നത് വേറൊന്നുമല്ല നമ്മുടെ ഹീറോയിനെ ഇവൻ്റെ കൂടെ എപ്പോഴും ലൈഫ് ലോങ് ഉണ്ടാവണമെന്നാണ് അവൻ പ്രയർ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഇവൻ്റെ പ്രയറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയും പറയാണ് നമ്മൾ ഈ ഷൂട്ടിംഗ് സ്റ്റാറുള്ള ടൈമിൽ പ്രയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യം നടക്കുമെന്ന് പറയുന്നത്. എന്തായാലും നിൻ്റെ വിഷ് നടക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവന് ഹാപ്പി ആവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഡ്രിങ്ക്സ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഈ ഡ്രിങ്ക്സ് ഇങ്ങനെ ചിയേഴ്സ് പറഞ്ഞു കഴിഞ്ഞിട്ട് കഴിക്കുന്നുണ്ട്. കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ അവൻ്റെ ഷോൾഡറിൽ തന്നെ കിടന്നു ഉറങ്ങുന്നുണ്ട് കേട്ടോ. അതായത് അവൾ കുറച്ച് ടയേർഡായി അവളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇമോഷണലായിട്ട് അവളാണെങ്കിൽ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയ്ക്ക് ഹാപ്പി ഒക്കെ ആവുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോ പണ്ട് തൊട്ട് നമ്മുടെ ഹീറോയിനോട് ഒരു ക്രഷൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഹീറോയിനെ ഇവൻ അടുത്ത് കിട്ടില്ല. എന്തായാലും നമ്മുടെ ഹീറോയിനെ ഇങ്ങനെ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല എന്നാണ് അവൻ ചിന്തിക്കുന്നത് കേട്ടോ. അതായത് ഇവളെങ്കിൽ മാരേജ് ചെയ്യുന്നതാണ് ഇവൻ്റെ ആലോചനയില്ല കേട്ടോ. അത് അവന് സ്മൈൽ ചെയ്യാൻ കേട്ടോ. എന്തായാലും എൻ്റെ ആഗ്രഹം നടക്കാൻ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്തായാലും ഇങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് നടന്നത് എന്തായാലും നന്നായി എന്നാണ് അവൻ ചിന്തിക്കുന്നത്. അതുകൊണ്ടല്ല നമ്മുടെ ഹീറോയിനെ മീറ്റ് ചെയ്യാൻ പറ്റുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവ ബെഡിൽ കൊണ്ട് കിടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബെഡിൽ കൊണ്ട് കിടത്തി കഴിഞ്ഞിട്ട് ഈ നമ്മുടെ ഹീറോ ആണെങ്കിൽ പോകാൻ നിൽക്കുന്ന സമയം നമ്മുടെ ഹീറോയിൻ്റെ കണ്ണിൽ നിന്നാണെങ്കിൽ കണ്ണീര് വരുന്നുണ്ട് കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഇമോഷണലായിട്ട് ഇവിടെ ലൈഫിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതേ ടൈമിൽ ഇവളിങ്ങനെ എന്തോ ആലോചിച്ചിട്ടായിരിക്കും കണ്ണീര് വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ചെറുതായിട്ട് സാഡൊക്കെ ആവുന്നുണ്ട്. ഇവനാണെങ്കിൽ ആ കണ്ണീരൊക്കെ തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവൻ പോകാൻ നിൽക്കുന്ന സമയത്ത് ഇവൻ്റെ കൈ പിടിച്ചിട്ട് പറയാണ് എന്നെ വിട്ട് പോകലേ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്ക് ഇമോഷണലായിട്ട് അവനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഹീറോയിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞിട്ട് അവളെ കൈ പിടിച്ചിട്ട് പറയാണ് ഇല്ല ഞാൻ ഒരിക്കലും നിന്നെ വിട്ട് പോവില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ അവിടെ തന്നെ കിടന്നുറങ്ങി. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കാണിക്കുന്നത്. ആ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് നമ്മുടെ ഹീറോ കിടക്കേണ്ടായിരിക്കുന്നുണ്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിൻ നോക്കുന്ന സമയത്ത് ഹീറോ നല്ല ഉറക്കാണ്. ഇവളാണെങ്കിൽ നമ്മുടെ ഹീറോയിനുണ്ടല്ലോ ഇവ എന്തായാലും ഉറങ്ങാണില്ല. അപ്പോൾ ഇവനെ ടച്ച് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടച്ച് ചെയ്യണ സമയത്തുണ്ടല്ലോ കറക്റ്റ് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ അവ ഉറങ്ങുന്നതായിരിക്കില്ല അവൻ ഓൾറെഡി എണീറ്റിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ടച്ച് ചെയ്യണ സമയത്ത് നമ്മുടെ ഹീറോ കണ്ണ് തുറക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനെ തിരിച്ച് ടച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ ക്ലോസ് ആയിട്ട് അവൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ഇവിടേക്ക് കുറച്ച് ഷെയ്യൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയാണ് ഞാൻ എന്തായാലും ഫുഡ് കുക്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇപ്പോൾ ഓൾറെഡി നമ്മൾ ലേറ്റ് ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹീറോയിനും ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നണു നമ്മുടെ ഹീറോയിനും ഈ ഹീറോയിന് ഇഷ്ടമൊക്കെ ആയി തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോ പോകണം തന്നെ നോക്കി നിൽക്കാനുണ്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ചിന്തിക്കുകയാണെങ്കിൽ ഇവൻ ഇത്ര നല്ലൊരു പേഴ്സണാണെന്ന് ആലോചിക്കുകയാണ് കേട്ടോ. അതായത് നമ്മുടെ ഹീറോൻ്റെ ക്യാരക്ടർ അവൾക്ക് ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവളെ എക്സ് ഹസ്ബൻഡ് പോലും നല്ലല്ലോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉണ്ടല്ലോ പെയിൻറ്റിങ് ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഹീറോ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇവർ രണ്ടുപേരും ഇങ്ങനെ ഷോപ്പിങ്ങിന് പോകാൻ കേട്ടോ. ഷോപ്പിങ്ങിന് ഒരുമിച്ചാണ് പോണത്. അതുപോലെ തന്നെ ഇവർ കേക്കൊക്കെ കട്ട് ചെയ്യാണ് കേട്ടോ ഒരുമിച്ച് നിന്നിട്ട്. കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കേക്കൊക്കെ വേസ്റ്റിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ അവരുടെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള മൂമെൻറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും നല്ല ക്ലോസ് ആയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ അവർ രണ്ടുപേരും ക്ലോസ് ആയിട്ടുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് എക്സിബിഷൻ നടക്കുന്ന സെൻറ്റർ ഉണ്ടല്ലോ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിൻ വരുന്ന ടൈമിലുണ്ടല്ലോ അവളെ എക്സ് ഹസ്ബൻഡ് ഉണ്ടല്ലോ ജിന്ന് എന്ന് വിളിക്കാൻ നമുക്ക് ആ ജിന്ന് വന്നിട്ട്. അപ്പോൾ അതേ ടൈമിൽ നമ്മുടെ ഹീറോയിൻ്റെ ഫേസ് പോലുള്ള ഒരു പെണ്ണിനെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പെണ്ണ് ശരിക്കും നമ്മുടെ ഹീറോയിനെ പോലെ ഉണ്ട്. എന്നിട്ട് ഈ ജിനി വിചാരിക്കും ഇത് ഇവൻ്റെ വൈഫാന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പെണ്ണ് എന്തൊരു ഫ്രോഡാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ
പെണ്ണ് ഇവൻ്റെ അടുത്ത് അതെ ഞാൻ തന്നെ നിങ്ങളുടെ വൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനിങ്ങനെ ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നതൊക്കെ ആണെങ്കിലോ നമ്മുടെ ഹീറോയിനും ഹീറോ വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ കാണുന്നത് ഇവർ കണ്ടിട്ടില്ല കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ ചിനി ചോദിക്കുകയാണ് ഈ പെയിൻറ്റിങ് ഒക്കെ നിനക്ക് ഇഷ്ടമല്ല എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഈ പെണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ടോ. ഈ പെണ്ണിനെ ആക്ച്വലി പെയിൻറ്റിങ് വരയ്ക്കാനൊന്നും അറിയില്ല കേട്ടോ. പക്ഷേ ഇവളാണെങ്കിൽ ഇവൻ നല്ലൊരു റിച്ച് പേഴ്സൺ ആണെന്ന് വെച്ചാൽ കുറച്ച് ക്യാഷ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. അതായത് ഇവൻ വന്നിട്ട് സോറി ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അതായത് ഞാൻ നിന്നെ അടുത്ത് ഒരുപാട് തെറ്റൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ട് ക്ഷമയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പെണ്ണും ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ് ഞാൻ നിന്നെ എന്തായാലും എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പെണ്ണും ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് ഇവർ രണ്ടുപേരും ഇത് കേൾക്കണ്ടല്ലോ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കാൻ കേട്ടോ. അവനെന്തോ നല്ലൊരു പേഴ്സണെ പോലെ സംസാരിക്കണമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനും പറയാണ് ആ ചാപ്റ്റർ എന്തായാലും ക്ലോസ് ആയതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് ഇവർ ഓൾറെഡി ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഈ ജിനിയും ആ പെണ്ണും കൂടി പുറത്തേക്ക് വരുന്ന സമയത്ത് അവൻ്റെ വൈഫ് ഉണ്ടല്ലോ ആ പെണ്ണ് വരുന്നുണ്ട് കേട്ടോ. ഇവള് വന്നിട്ട് ചോദിക്കുകയാണ് ഇതേതാ പെണ്ണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ജിനിയു പറയേണ്ടത് ഇതാണ് എൻ്റെ വൈഫ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആര് ടാങ് ടാങ് എന്ന്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഈ പെണ്ണ് പറയുന്നുണ്ട് ടാങ് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അവൾ ഓൾറെഡി മരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവന് ദേഷ്യം വേണ്ടി ഇവനൊരു അടിയൊക്കെ അവൾക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് അവൾ മരിച്ചിട്ടൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അവളാണ് ഇതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഇവൻ്റെ ഭാര്യ പറയുന്നത് ഇത് ഏതൊരു ഫേക്കാന്ന് പറയുന്നുണ്ട് കേട്ടോ, ഫ്രോഡാന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ക്യാഷൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടി വരുന്നതാണ്. നിങ്ങളുടെ ഭാര്യ ഓൾറെഡി അവൾ മരിച്ചു എന്ന് പറയുന്നുണ്ട്. ഇപ്പം ഞാനാണ് നിങ്ങളുടെ ഭാര്യ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഉണ്ടല്ലോ ഇവന് വീണ്ടും ദേഷ്യം വന്ന് കഴിഞ്ഞിട്ട് ഈ പെണ്ണിനെ അടിച്ചിട്ട് പറയാണ് നീ ഇവിടുന്ന് പോകാൻ പറയുന്നുണ്ട് കേട്ടോ. നീ എൻ്റെ വൈഫൊന്നല്ല എന്ന് പറയുന്നുണ്ട്. എൻ്റെ അമ്മനെ ഫോഴ്സ് ചെയ്തുകൊണ്ട് നിന്നെ മാരേജ് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അല്ലാണ്ട് എനിക്ക് നിന്നോട് യാതൊരു തരത്തിലുള്ള ഇഷ്ടമൊന്നുമില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് ഈ പെണ്ണിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പെണ്ണിനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് പറയാണ് ഇനി എൻ്റെ ടാങ്ങിനെ വിഷമിപ്പിക്കാൻ ഞാൻ എന്തായാലും തയ്യാറല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഭാര്യയുടെ അടുത്ത് സംസാരിക്കാനുണ്ടോ. അപ്പോൾ ഭാര്യ പറയാണ് കേട്ടോ ഇത് നിങ്ങളുടെ ടാങ് അല്ല നിങ്ങൾക്ക് എന്താ ഭ്രാന്തായും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും ഇനി എനിക്കാണ് ഭ്രാന്തെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പെണ്ണ് നമ്മുടെ ഭാര്യനെ കാണിച്ചിട്ട് ഇങ്ങനെ സ്മൈൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഈ പെണ്ണ് ഫ്രോഡ് തന്നെയാണ്. എന്നിട്ട് ഈ പെണ്ണാണെങ്കിൽ നമ്മുടെ ജിനിയുവിൻ്റെ അടുത്ത് പറയാണ് വാടാറില്ലെങ്കിൽ നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ നിൽക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആണ് കാണിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ഡേ ആണെങ്കിൽ പെയിൻറ്റിങ് എക്സിബിഷൻ നടക്കാൻ കേട്ടോ. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ ജിനിയു വന്നിട്ടുണ്ട്. അപ്പോൾ ജിനിയു ചോദിക്കുകയാണ് ഈ പെയിൻറ്റിങ് ആരുടെയും ചോദിക്കുന്നത്. നമ്മുടെ ഹീറോയിൻ്റെ പെയിൻറ്റിങ് കണ്ടിട്ടുണ്ടായിരിക്കും ഒരു ബട്ടർഫ്ലൈയുടെ. ആ പെയിൻറ്റിങ് കാണുമ്പോൾ മനസ്സിലാവുന്നത് ടാങ്ങിൻ്റെ പെയിൻറ്റിങ് കാണുന്നു കേട്ടോ. അപ്പോൾ പറയും ആ പെയിൻറ്റിങ്ങിൻ്റെ ഓണർ എന്തായാലും ഇവിടേക്ക് വരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹീറോ വിചാരിക്കും അവൻ്റെ വൈഫ് മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതേ സമയത്ത് കറക്റ്റ് നമ്മുടെ ഹീറോയിനും അതുപോലെ ഹീറോ രണ്ടുപേരും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ നമ്മുടെ ജിനിയു കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജിനിയു കാണുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനെ കണ്ടവനൊന്നും ഞെട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇവനാണെങ്കിൽ ടാങ് എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഹീറോയിൻ്റെ പേര്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ തിരിയുന്നുണ്ട് കേട്ടോ. തിരിയണ വശാരാണ് നമ്മുടെ ജിനിയു കേട്ടോ. എന്നിട്ട് നമ്മുടെ ജിനിയാണെങ്കിൽ എടുത്ത് വന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കാൻ കേട്ടോ. ഇപ്പോഴും നീ ബ്യൂട്ടിഫുള്ളാന്ന് പറയുന്നുണ്ട് കേട്ടോ, യങ്ങായിട്ട് ഇരിക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ജിനിയോട് ഞാൻ സംസാരിക്കുകയാണ് എന്നോട് ക്ഷമിക്കുന്നു പറഞ്ഞ് ഞാൻ ഒരുപാട് തെറ്റ് നിന്നോട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ വായി എൻ്റെ കൂടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ജിനിയോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കണം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് സോറി സാർ എന്ന് പറയുന്നത് നിങ്ങളെന്താ റോങ് ആയി ആളോട് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ വന്നിട്ട് പറയാണ് എന്തിനാണ് എൻ്റെ ഫിയാൻസിയോട് സംസാരിക്കുന്നത് ചോദിക്കുന്നോട് ഞാൻ മാരേജ് ചെയ്യാൻ പോണ പെൺകുട്ടിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്താ ബിഗ് അങ്കിൾ നിങ്ങൾക്ക് വല്ല മിസ്റ്റേക്ക് പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ബിഗ് അങ്കിൾ എന്നല്ല വിളിച്ചത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ദേഷ്യം വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇതൊക്കെ കേട്ട് നിൽക്കുന്നത്. പക്ഷേ അവളാണെങ്കിൽ ഒരക്ഷരം മിണ്ടറില്ല കേട്ടോ. ഇപ്പം നമ്മുടെ ജിനിഹുവിനാണെങ്കിൽ 40 വയസ്സായിട്ടുണ്ടല്ലോ. നമ്മുടെ ഹീറോയ്ക്കും അതുപോലെ തന്നെ ഹീറോയിനും ഏജ് 30 തന്നെയാണ്. ഇവിടെ എക്സ്പെരിമെൻറ്റ് ചെയ്യണം അതേ ഏജ് തന്നെയാണ് ഇപ്പോഴും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ജിനിഹുവിനാണെങ്കിൽ ഇപ്പോൾ വയസ്സായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ഇവിളി അങ്ങായിട്ടാണെങ്കിൽ ഇരിക്കുന്നത്. അതാണ് നമ്മുടെ ഹീറോ ആണെങ്കിൽ ബിഗ് അങ്കിൾ എന്ന് വിളിച്ചത് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് വായോ എനിക്കറിയാം നീ എൻ്റെ വൈഫായിരുന്നു എൻ്റെ കൂടെ വരാൻ പറയുന്നുണ്ട് നമ്മുടെ ജിനിയു ആണെങ്കിൽ. പക്ഷെ നമ്മുടെ ഹീറോയിൻ ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ജിനിയു പറയാണ് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തെന്ന് അറിയാം, നീ എന്നോട് ക്ഷമിക്ക് എനിക്കൊരു ചാൻസ് താന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവളും പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണെങ്കിൽ നമ്മുടെ ജിനിയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിൻ്റെ കൈ പിടിക്കാൻ നോക്കുന്നുണ്ട്. പൂവൽ എന്നെ വിട്ട് പൂവലെന്ന് പറയുന്നുണ്ട്. ഞാൻ ഒരുപാട് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് കൈ പിടിക്കാൻ പോണ സമയത്ത് കറക്റ്റ് നമ്മുടെ ഹീറോ വന്ന് കഴിഞ്ഞിട്ട് ജിനി കൊണ്ട് കൈ പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ് ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി അത് നിങ്ങൾ ഉദ്ദേശിക്കണം നിങ്ങളുടെ വൈഫല്ലാന്ന്, ഇതെന്ന് പറയുന്നത് എൻ്റെ ഫിയാൻസിയാന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ജിനിയുവിനാണെങ്കിൽ പിടിച്ചൊരു തള്ളു കൊടുക്കുന്നുണ്ട് നമ്മുടെ ഹീറോട്ടാ. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ജിനിയാണെങ്കിൽ അവിടെ വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജിനിയുവിന് ദേഷ്യം വന്നിട്ട് പറയാണ്
അതെൻ്റെ വൈഫാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മളെ ഹീറോ വന്നിട്ട് നമ്മുടെ ചിന്നിയുടെ അടുത്ത് സംസാരിക്കുകയാണ്. അത് നിങ്ങളുടെ വൈഫൊന്നല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ മാരേജ് ചെയ്യുമ്പോൾ പെൺകുട്ടിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവനും പറയണം അല്ല ഇതെൻ്റെ വൈഫാണ്, എൻ്റെ വൈഫിൻ്റെ പെയിൻറ്റിങ് അവിടെ ഇരിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് നിങ്ങൾക്ക് വൈഫ് എന്ന് പറയാൻ എന്ത് യോഗ്യതയുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ആ വൈഫിനെ ചീറ്റ് ചെയ്തല്ലെന്ന് പറയുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ വൈഫ് വേറെ ആളല്ലേ എന്നൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് അതിലൊരു കുട്ടിയിലെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ഹീറോ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ടോർച്ചർ ചെയ്തല്ലേ നിങ്ങൾ ടാങ്ങിനെന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എന്താ ഓർമ്മയില്ല 10 ഇയേഴ്സ് മുന്നേ നിങ്ങൾ ടാങ് മരിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ജിൻഹുവിനാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട് എന്തേലും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് ഒന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഹസ്ബൻഡ്, അതായത് നമ്മുടെ ജിനുവിനെ കുറിച്ച് പറയാണ് കേട്ടോ. ആൾ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഇവളും പറയുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞതാന്ന് പറയുന്നുണ്ട്, ഇതെൻ്റെ ന്യൂ ലൈഫാന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ജിനുവാണെങ്കിൽ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കാണ് കേട്ടോ. നമ്മുടെ ഹീറോയിനാണെങ്കിലോ ആ പെയിൻറ്റിങ് എക്സിബിഷന് വേണ്ടിയിട്ട് ഇവിടെ പെയിൻറ്റിങ് അയച്ചു കൊടുക്കുന്ന ചോദിക്കുമ്പോൾ ഈ സമയത്താണെങ്കിലോ നമ്മുടെ ജിനു പറയുന്നുണ്ട് അതൊന്നും വേണ്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ ഇപ്പം എൻ്റെ കാര്യങ്ങൾ വീട്ടു കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി, പെയിൻറ്റിങ്ങിനെ പറഞ്ഞിക്കോടൊന്നും പോണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അതായത് ഇവന് ഒരു തരത്തിലും അവൾക്ക് സപ്പോർട്ടീവ് ഒന്നും ആയിരിക്കില്ല. എന്നിട്ട് അവൻ പറയാണ് ഇപ്പം അതൊന്നും നോക്കണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനും ഇവൻ്റെ ഇഷ്ടമല്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ ആ പെയിൻറ്റിങ് കാര്യങ്ങളൊന്നും അയച്ചു കൊടുക്കില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇവൾ ആലോചിക്കാൻ ഇവൻ പറയാണ് ഞാൻ ഒരുപാട് നിന്നെ ടോർച്ചർ ചെയ്തു, അതുപോലെ തന്നെ നിൻ്റെ കരിയർ തന്നെ നശിപ്പിച്ചു, സോറി ടാങ് എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവൻ വീട്ടിൽ വരുന്ന സമയത്ത് ആ പെണ്ണുണ്ടല്ലോ നമ്മുടെ ഹീറോയിൻ്റെ ഫേസുള്ള പെണ്ണ് അവളെടുത്ത് വന്നിട്ട് പറയാണ് ഒരു പടം വരയ്ക്കാൻ പറയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ പെണ്ണിന് പടം വരയ്ക്കാൻ അറിയണില്ല. അപ്പോൾ നമ്മുടെ ഇവന് മനസ്സിലായിട്ട് ഇവള് ഫേക്കാണെന്നിട്ട് എന്നിട്ട് ഇവനാണെങ്കിൽ ഒരു തള്ളു കൊടുത്തിട്ട് പറയാണ് നീ ഫേക്കാന്ന് പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ ടാങ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ വരയ്ക്കുന്നു പറയുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്തിനുണ്ടല്ലോ ഇവൻ്റെ ATM കാർഡ് അവിടെ വീണുണ്ടായിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പെണ്ണ് ഈ ATM കാർഡ് എടുത്തിട്ട് പറയാണ് എനിക്കിതാ വേണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ആക്ച്വലി നിങ്ങളുടെ വൈഫൊന്നല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളൊരു സൈക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ പെണ്ണാണെങ്കിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ് എനിക്ക് വേണ്ടത് ഈ പണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ പെണ്ണാണെങ്കിൽ എന്ത് ചെയ്യുന്ന പറയട്ടെ ATM കാർഡ് എടുത്ത് കഴിഞ്ഞിട്ട് ബായ് സൈക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇവന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ഒരു പെയിൻറ്റിങ് ഉണ്ടായിരിക്കും. ആ പെയിൻറ്റിങ് ഇങ്ങനെ നോക്കിയിട്ട് ഇവനിങ്ങനെ ഇരിക്കണം. എന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ നിന്നെ ഇപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, അതുപോലെ നിന്നെ ലോസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ നിന്ന് കരയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നത് നീ തിരിച്ചു വാ എന്ന് പറഞ്ഞിട്ട് ടാങ് എന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് അവൻ്റെ വൈഫ് വരുന്നുണ്ട് കേട്ടോ. വൈഫ് വന്ന് കഴിഞ്ഞിട്ട് ഇവന് ഫുഡ് കൊടുക്കാൻ വന്ന ഈ സമയത്താണ് ഇവൻ പറയുന്നത് ഡിവോഴ്സ് ചെയ്യുന്ന പറയുന്നത്. അപ്പോൾ ഇത് കേട്ടിട്ട് ഇവള് പറയാട് എന്ത് ഡിവോഴ്സ് ചെയ്യാന്നോ, നിങ്ങൾക്ക് ഇപ്പോൾ പ്രായം എന്ന് പറഞ്ഞ് ചെറുപ്പല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഓൾറെഡി 40 വയസ്സായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ പണ്ടത്തെ നിങ്ങളൊന്നല്ല എന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവൻ പറയുന്നുണ്ട് നമുക്ക് ഡിവോഴ്സ് ചെയ്യുന്ന പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ പറയാണ് നിങ്ങളുടെ ഭാര്യനെ കുറിച്ച് ഓർത്തിട്ടാണ് നിങ്ങൾ എന്നെ ഡിവോഴ്സ് ചെയ്യുന്നത് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഫസ്റ്റ് ഭാര്യനെ. അപ്പോൾ ഇവൻ പറഞ്ഞാൽ അതേന്ന് പറയുന്നുണ്ട് എൻ്റെ ടാങ് എന്തായാലും വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമയത്ത് ഇവൾ പറയുന്നത് നിങ്ങളുടെ ടാങ് മരിച്ചു എന്ന് പറയുന്നത് അവൾ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഈ ജിനുവിനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ജിനു പറയുന്നുണ്ട് നീ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ടാങ് മരിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവളെ ഞാൻ കണ്ടു എന്ന് പറയുന്നുണ്ട്. അവൾ എന്തായാലും എൻ്റെ അടുത്തേക്ക് വരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നീയും നിൻ്റെ കുട്ടിയുടെ കാര്യമൊക്കെ എൻ്റെ അമ്മ നോക്കിക്കോളെന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഈ പെണ്ണ് പറയാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടീനെ ഒന്ന് വന്ന് നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ജിനുവാണെങ്കിൽ ഇവരുടെ മാരേജ് കഴിഞ്ഞതിന് ശേഷം ആ കുട്ടിയുടെ മുഖം പോലും കണ്ടിട്ടില്ല കേട്ടോ. കാരണം അത്രത്തോളം ദേഷ്യമാണ്. എന്നിട്ട് പറയുവാൻ എനിക്ക് നീ കുട്ടീനെയും കാണണ്ട നിന്നെയും കാണണ്ട, അതുകൊണ്ട് തന്നെ നിനക്ക് ക്യാഷൊക്കെ അല്ലേ വേണ്ട, അതൊക്കെ നീ എന്തോരം വേണമെങ്കിലും എടുത്തോന്ന് പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് ഡിവോഴ്സ് ചെയ്യാന്ന് പറയുന്നുണ്ട്. ഞാൻ ടാങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞതൊക്കെ കേട്ട് ഈ പെണ്ണൊന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നുണ്ടല്ലോ നമ്മുടെ ഹീറോയിനെയാണ് കേട്ടോ. നമ്മുടെ ഹീറോയ്ക്ക് എന്ത് തോന്നുന്നറിയില്ല, നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവൻ കിസ് ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് കിസ് ചെയ്യാൻ വരുന്ന ടൈമിലുണ്ടല്ലോ ഇവന് എന്തോ ഒരു ഇത് ഫീൽ ചെയ്തിട്ട് ഇവനാണെങ്കിൽ സോറി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സോറി എന്ന് പറയുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ ഹീറോയിനുണ്ടല്ലോ എന്തോ ചെറിയൊരു സാഡൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഹീറോനെ വന്നിട്ട് നമ്മുടെ ഹീറോയിൻ കിസ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കിസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹീറോയും തിരിച്ച് നമ്മുടെ ഹീറോയിനെ കിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ തമ്മിൽ കുറച്ച് ക്ലോസ് ആവണം കേട്ടോ ആ നൈറ്റ്. അപ്പോൾ ആ ടൈമിലാണെങ്കിലോ നമ്മുടെ ജിനിയു ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ തേടി പിടിച്ച് വന്നിട്ടുണ്ടായിരിക്കും. ആ എക്സിബിഷൻ സെൻറ്ററിൽ നിന്ന് കളക്ട് ചെയ്തായിരിക്കും. എന്നിട്ട് ഇവൻ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ വിളിക്കുന്നുണ്ട് ടാങ്. ആ സമയത്താണെങ്കിൽ അവർ സെക്യൂരിറ്റി തടയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനിങ്ങനെ ഒച്ചയ്ക്ക് വിളിക്കുന്നതൊക്കെയാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ കേൾക്കുന്നുണ്ട്. എന്നിട്ട് ഇവൾ കാണണ്ട. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയാണ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയും ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവർ അന്ന് നൈറ്റുണ്ടല്ലോ കുറച്ച് ക്ലോസ് ആവണം പോലെ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ ജിനിയു ആണെങ്കിൽ അവിടെ പുറത്തുനിന്ന് കാണുന്നിട്ട് നേരിൽ പോലെ, അതായത് ഫസ്റ്റ് ടൈം നമ്മുടെ ഹീറോയിൻ്റെ മുന്നിൽ വെച്ചിട്ട് ആ പെണ്ണായിട്ട് അവൻ ക്ലോസ് ആയില്ല അതുപോലെ തന്നെ കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ ഇവന് മനസ്സിലാവേണ്ട ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് ഇവന് മനസ്സിലായി റിഗ്രറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്താണെങ്കിൽ അവൻ്റെ അസിസ്റ്റൻ്റ് വന്നിട്ട് പറയാണ് നമ്മുടെ ജിനിയു ആണെങ്കിൽ 2 മണിക്കൂറായിട്ട് മുട്ടുകുത്തി അവിടെ ഇരിക്കാമെന്ന് പറയുന്നുണ്ട്, ഇതുവരെ വേണ്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ.
അപ്പം നമ്മുടെ ഹീറോ പറയാണ്ട് ശരി ഞാൻ വന്ന് നോക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ജിനുവിൻ്റെ അടുത്ത് വരണം. എന്നിട്ട് ഈ സമയത്താണ് ജിനുവിനോട് എണീക്കാൻ പറയുന്നുണ്ട് കേട്ടോ. ഇത് ചോദിക്കണം നിങ്ങൾ എന്തിനാണ് വെറുതെ അവളെ ഡിസ്റ്റർബ് ആണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് അവൻ പറയുകയാണ് എനിക്ക് അവളൊന്ന് കാണണമെന്ന് പറയുന്നുണ്ട്, അവളുടെ അടുത്തൊന്ന് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് പറയുകയാണെങ്കിൽ നിങ്ങളെ കാണേണ്ട കാര്യമൊന്നും അവൾക്കില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങളായിട്ടുള്ള റിലേഷനൊക്കെ എന്ന് ഉപേക്ഷിച്ചാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവൻ പറയാണ് നിങ്ങളാരതൊക്കെ പറയാമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് കറക്റ്റ് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താണ്. ഞാനാണ് ഗ്രൂപ്പിൻ്റെ ഓണർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവൻ്റെ പേര് പറയുന്നുണ്ട് FU എന്നും അവൻ്റെ ഒരു പേരാണ് അയൺ എന്നും അവൻ നമ്മുടെ ഹീറോയ്ക്ക് ഒരു പേരുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേട്ടിട്ട് ഇവനൊന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. കാരണം അവിടുത്തെ ഒരു ജോലിക്കാരൻ മാത്രമാണ് നമ്മുടെ ഈ ജിനിഹു കേട്ടോ. എന്നിട്ട് പറയുകയാണ് ഇനി വെറുതെ അവളെ ലൈഫിൽ വന്ന് ഡിസ്റ്റർബ് ചെയ്യണ്ട, ഞാൻ അവൾ മാരേജ് ചെയ്യാൻ പോകാമെന്ന് കഴിഞ്ഞെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങളെ ഇഷ്ടപ്പെടാത്ത കാരണമാണ് അവൾ എക്സ്പെരിമെൻറ്റിന് തയ്യാറായിട്ട് ഈ 10 years അവൾ അതിന് വേണ്ടി നിന്നെന്ന് പറയുന്നുണ്ട്. ഇനി ന്യൂ ലൈഫാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വെറുതെ ഞങ്ങളുടെ ലൈഫിൽ വന്ന് ഡിസ്റ്റർബ് ചെയ്യാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലല്ലോ നിങ്ങൾ ജീവനോടെ പോലാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒന്ന് വാൺ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ജിനിഹുന. എന്നിട്ട് പറയാണ് നിങ്ങൾ പോയി നിങ്ങളുടെ വൈഫിനും കുട്ടിയുടെ അടുത്ത് പോയിട്ട് സുഖമായിട്ട് ജീവിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. ഞാനും എൻ്റെ ഫിയാൻസിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഒരിക്കലും ഞാൻ അവളെ മിസ് ചെയ്താന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരിക്കലും ഞാൻ അവളെ മിസ്സാക്കാൻ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ പിടിച്ച് തള്ളുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ് പോന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി വെറുതെ ഞങ്ങൾ ശല്യപ്പെടുത്താൻ വരരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴും ഈ ജിനിഹാണെങ്കിൽ പ്ലീസ് എനിക്കൊരു അവസരം എന്താണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാനൊന്ന് അവളൊന്ന് കണ്ട് സംസാരിച്ചോടെ എനിക്ക് സോറി പറയാനെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ പറയണേ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവൾക്ക് നിങ്ങളെ കാണാൻ താല്പര്യമില്ല, അതുകൊണ്ടല്ല നിങ്ങളുടെ മുന്നിൽ വരാത്തെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി വെറുതെ നിങ്ങൾ ഞങ്ങൾക്ക് ഡിസ്റ്റർബ് ആവണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഇവനെ പിടിച്ച് വീണ്ടും തള്ളുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ് പോവാൻ പറയുന്നുണ്ട് കേട്ടോ. ഇനി ഒരിക്കലും നിങ്ങൾ അവളെ മീറ്റ് ചെയ്യാൻ അങ്ങോട്ട് വരരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് ഇവൻ സംസാരിക്കുന്നുണ്ട്. ഇനി അങ്ങനെ അവളെ ടോർച്ചർ ചെയ്യാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഞാൻ ചെയ്യാമെന്ന് എനിക്ക് പോലും അറിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് ഇവ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ജിനിഹുവിനാണെങ്കിൽ ഭയങ്കരമായിട്ട് കരച്ചിൽ വരുന്നുണ്ട്. എന്നിട്ട് ഇവൻ പറയാണ് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു, സോറി ടാങ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ് എനിക്ക് നിന്നെ കണ്ടു അവസാനമായിട്ട് സംസാരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ അവിടെ നിന്ന് സംസാരിക്കാൻ. എന്നിട്ട് പറയാണ് ഞാൻ ഏറ്റവും ചെയ്ത വലിയ തെറ്റ് ഞാൻ പറയുന്നത് എൻ്റെ ലൈഫിൽ നിന്നെ ലോസ് ചെയ്താന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് ഇമോഷണലായി സംസാരിക്കുന്നുണ്ട്. പിന്നെ വീട്ടിൽ വന്ന ശേഷം അവിടെ ഡ്രിങ്ക്സ് കഴിക്കുമ്പോൾ വീണ്ടും അവൻ്റെ വൈഫ് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വൈഫ് വന്നു കഴിഞ്ഞിട്ട് ഇവൻ്റെ അടുത്ത് സംസാരിക്കുകയാണ് നിങ്ങളെന്താ എന്നെ ഡിവോഴ്സ് ചെയ്യാൻ പോകണം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവൻ പറയേണ്ട അതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലുണ്ടല്ലോ ഇവരുടെ കുട്ടിയാണെങ്കിൽ ഉണ്ടല്ലോ അസുഖമായിട്ട് ഹോസ്പിറ്റലിലായിരിക്കും. അപ്പോൾ കുട്ടിയാണെങ്കിൽ മരിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. നമ്മുടെ ഈ ചിനിക്കാണെങ്കിൽ കുട്ടീനെ കാണാൻ പോകേണ്ടിരിക്കും. എന്നിട്ട് പറയാണ് എനിക്ക് വേറൊരു കുട്ടീനെ വേണമെന്ന് ഇവള് വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ചിനി പറയുന്നുണ്ട് നീക്ക് നന്നാണാവില്ല എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇത്ര വയസ്സിലൊന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇവള് പറയാണ് ഓൾറെഡി എൻ്റെ കുട്ടി മരിച്ചു എന്ന് പറയുന്നുണ്ട്, നിങ്ങൾ കാരണം നിങ്ങൾ അവന് കെയർ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഈ ചിനിക്ക് പറയുന്നുണ്ട് നിന്നോട് ഞാൻ ഫസ്റ്റേ പറഞ്ഞതല്ലേ നമുക്ക് ഡിവോഴ്സ് ആവാന്ന്, നിന്നെ തീരെ ഇഷ്ടമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അന്ന് എന്തോ ഒരു ഇൻസിഡൻറ്റ് മൂലം നടന്നാന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഈ പെണ്ണിന് ഇത് കേട്ടിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് പറയാണ് ഞാനിതിനെ എഗ്രി ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനും പറയുകയാണ് എനിക്കറിയാം നിനക്ക് ക്യാഷൊക്കെയല്ല വേണ്ടത്, അത് എത്ര വേണമെങ്കിൽ നീ എടുത്തോന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇനി നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ, നമുക്ക് ഡിവോഴ്സ് ചെയ്യാന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ പെണ്ണ് പറയണത് ഇത് നിങ്ങളുടെ ഫൈനൽ തീരുമാനമാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചിനിക്ക് പറയുന്നുണ്ട് അതേന്ന് പറയുന്നുണ്ട് കേട്ടോ, ഫൈനൽ തീരുമാനം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പെണ്ണിന് ദേഷ്യം വന്നിട്ട് ഈ പെണ്ണാണെങ്കിൽ കത്തിയെടുത്ത് ഒരു കുത്തു കൊടുക്കേണ്ട ജിനുവിലായിട്ട് ഇവളാണെങ്കിൽ അവിടെ നിന്ന് ഓടുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ജിനിഹുവിൻ്റെ അമ്മ വരുന്നുണ്ട് കേട്ടോ. അമ്മ കാണുന്ന സമയത്ത് ഇങ്ങനെ കുത്തിയിട്ട് കിടക്കില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. അപ്പോൾ ഡോക്ടേഴ്സൊക്കെ ചെക്ക് ചെയ്തിട്ട് പറയുകയാണ് ഇഞ്ചുറി കുറച്ച് ഇതാന്ന് പറയുന്നുണ്ട് കേട്ടോ, സീരിയസ് ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ആകെ വിഷമമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ടൈമിൽ കറക്റ്റ് നമ്മുടെ ഹീറോയും കൂടി വരുന്നുണ്ട് അവിടേക്ക്. എന്നിട്ട് ഇവർ വന്നു കഴിഞ്ഞിട്ട് ഇവരുടെ വെഡ്ഡിങ് ഇൻവിറ്റേഷൻ കാർഡ് കൊടുക്കാണ് കേട്ടോ. എന്നിട്ട് പറയുന്നത് ഞങ്ങളുടെ മാരേജ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഈ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമം വരുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിനെ മിസ് ചെയ്തല്ലോ. എന്നിട്ട് പറയാണ് നിങ്ങൾ മാരേജിന് വരണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ ലെറ്റർ കൊടുക്കണത് കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്മയ്ക്കാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഈ ജിനിഹുവിൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സങ്കടമുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവനെ കാണാനും കൂടി നിൽക്കണം കേട്ടോ. അവൾ ആ കാർഡ് കൊടുത്തിട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഉണ്ടല്ലോ നമ്മുടെ അമ്മയാണെങ്കിൽ ഉണ്ടല്ലോ ആ കാർഡ് നോക്കിയിട്ട് പറയാണ് എൻ്റെ മോനൊരു ന്യൂ ലൈഫ് സ്റ്റാർട്ടെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു, പക്ഷേ അവൾ മാരേജ് ചെയ്യാൻ പോകാമെന്ന് പറയും, ഇതൊക്കെ എൻ്റെ തെറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അമ്മയാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഇമോഷണലായിട്ട് കരയുന്നുണ്ട് കേട്ടോ. അതൊക്കെ എൻ്റെ മോൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സഹിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് തന്നെ ഉണ്ട് നമ്മുടെ ചിനിന് കുറച്ച് സീരിയസ് ആവേണ്ടാണ്, ഈ ശ്വാസം ബ്രീത്ത് ചെയ്യാനൊന്നും പറ്റുന്നില്ല കേട്ടോ. അതിൻ്റെ ഡോക്ടേഴ്സൊക്കെ വന്ന് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ടൈമിൽ തന്നെ അവർ പറയാണ് ജിനിഹു മരിച്ചു എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ജിനിഹു ആണെങ്കിൽ ഫൈനലി മരിക്കുകയാണ് കേട്ടോ.
പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനും അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിനാണ് കേട്ടോ. നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവൾ ഡ്രോയിങ് ചെയ്യാണ് ആ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ ഉണ്ടല്ലോ അവൾക്ക് വേണ്ടിയിട്ട് കോഫി ആയിട്ട് അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോഫി കൊണ്ടുവരുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് മതി ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് റെസ്റ്റ് എടുക്കാമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ അതിൽ നിന്ന് പറയുന്നുണ്ട് ഇനി ഇതിൻ്റെ ബാക്കി പെയിൻറ്റിങ് ഞാൻ ഫിനിഷ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിന് കോഫി കൊടുത്ത് കഴിഞ്ഞിട്ട് അവളാണെങ്കിൽ നമ്മുടെ ഹീറോ അവിടെ ഇരുത്തുന്നുണ്ട്. എന്നിട്ട് ഇവനാണെങ്കിൽ അവൾ വരച്ച ഡ്രോയിങ് ഉണ്ടല്ലോ ആ ഡ്രോയിങ് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അത് വരച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അവനാണെങ്കിൽ അത് ഫിനിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിനെ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോയിനെ നോക്കി കഴിഞ്ഞിട്ട് അവൾ മനസ്സിൽ ആലോചിക്കുകയാണ്. അതായത് അവൾ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു പാർട്ട്ണർ അവൾക്ക് കിട്ടിയെന്ന് പറയുകയാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ ലൈഫിൽ അവളെ സപ്പോർട്ടീവായിട്ട് ഇരിക്കുന്നതും അവളെ കൂടെ അവളെ കെയറിന് ഒപ്പം നിൽക്കണ ഒരാളെയാണ് അവൾ ആഗ്രഹിച്ചത്. അവളെ എക്സ് ഹസ്ബൻഡ് അങ്ങനത്തെ ആളല്ല ആയിരുന്നല്ലോ. പക്ഷെ നമ്മുടെ ഹീറോനെ കിട്ടിയത് അവൾക്ക് എത്ര ലക്കാണെന്നാണ് അവൾ ചിന്തിക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു വോയിസ് ഓവറോട് കൂടി കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഡ്രാമയും എൻഡ് ആവാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.